Sethu Madhavan Mohanlal is a young man with big dreams and a kind heart. സേതു മാധവൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. ബിഗ് ഡ്രീംസ്, ഒരുപാട് വലിയ സ്വപ്നങ്ങളും എൻ്റെ കൈൻഡ് ഹേർട്ട്, നല്ല ഉദാരമായ ഒരു ഹൃദയമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അച്യുതൻ നായർ തിലകൻ, ഈസ് എ റെസ്പെക്റ്റഡ് പോലീസ് കോൺസ്റ്റബിൾ. അദ്ദേഹം വളരെ ബഹുമാനം അർഹിക്കുന്ന സ്വീകാര്യനായൊരു പോലീസ് കോൺസ്റ്റബിളാണ്. ഹൂ വിഷസ് ടു സീ ഹിസ് സൺ, അദ്ദേഹം തൻ്റെ മകൻ ആവണം എന്ന് ആഗ്രഹിക്കുന്നു. ബിക്കം എ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, തൻ്റെ മകൻ SI ആവണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നു. ബ്രിങ്ങിങ് പ്രൈഡ് ടു ദ ഫാമിലി, അങ്ങനെ SI ആയിട്ട് തങ്ങളുടെ കുടുംബത്തിനൊക്കെ അഭിമാനമാവണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ബട്ട് ഫെയ്റ്റ് ടേക്സ് എ ട്രാജിക് ടേൺസ്, പക്ഷേ വിധി വല്ലാത്ത ഒരു ദുരന്തപൂർണമായ ഒരു വഴിയിലേക്കാണ് നയിച്ചത്. ഒരു ട്രാജിക് ടേൺ നമുക്ക് നോക്കാം. വൺ ഡേ, ഒരു ദിവസം, Sethu accidentally gets involved in a street fight where he bravely confronts a notorious local goon named Kirikadan Jose. One day, ഒരു ദിവസം സേതു ആക്സിഡൻ്റലി, തികച്ചും യാദൃശികമായിട്ട്, ഗെറ്റ്സ് ഇൻവോൾവ് ഇൻ എ സ്ട്രീറ്റ് ഫൈറ്റ്, ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ, ഒരു സംഘടനത്തിൽ മോഹൻലാൽ ഇടപെടുകയാണ്. വേർ ഹി ബ്രേവ്ലി കൺഫ്രണ്ട്സ്, അദ്ദേഹം ധീരമായിട്ട് എന്താക്കുന്നുണ്ട്, ഏറ്റുമുട്ടുന്നുണ്ട്. എ നൊട്ടോറിയസ് ലോക്കൽ ഗൂൺ, ഒരു കുപ്രസിദ്ധനായ അവിടുത്തെ ഒരു പ്രാദേശിക ഗുണ്ടനാണ്. നെയ്മഡ് കീരിക്കാടൻ ജോസ് എന്ന പേരുള്ള. തോ ദിസ് ആക്ട് വാസ് ഔട്ട് ഓഫ് സെൽഫ് ഡിഫെൻസ് ആൻഡ് ബ്രേവറി. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആത്മപ്രതിരോധവും ധീരതയൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നത്, അല്ലാതെ വെറുതെ അങ്ങോട്ട് കയറി അടിച്ചതല്ല. സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ഒരു പ്രതിരോധം എന്നുള്ള നിലക്കാണ്. അങ്ങനെയാണെങ്കിലും സൊസൈറ്റി ആൻഡ് ദ പോലീസ്, സമൂഹവും പോലീസും സീ ഹിം ഡിഫറൻ്റ്ലി, അദ്ദേഹത്തെ വ്യത്യസ്ത രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ദേ സ്റ്റാർട്ട് ട്രീറ്റിംഗ് ഹിം ആസ് എ റൗഡി ആൻഡ് ട്രബിൾ മേക്കർ. സൊസൈറ്റിയും പോലീസും ഒക്കെ അദ്ദേഹം മോഹൻലാലിനെ ഒരു റൗഡി ആയിട്ടും അതുപോലെ തന്നെ ഒരു പ്രശ്നക്കാരനായിട്ടും ഒക്കെ എന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഗ്രാജ്വലി, അങ്ങനെ ക്രമേണ സേതുസ് ലൈഫ് സ്പൈറൽസ് ഡൗൺവേർഡ്, മോഹൻലാലിൻ്റെ ജീവിതം താഴോട്ട് വരാൻ തുടങ്ങി. ഹിസ് റെപ്യൂട്ടേഷൻ ഈസ് റൂയിൻഡ്, അദ്ദേഹത്തിൻ്റെ അച്ഛനിലൂടെയൊക്കെ സമ്പാദിക്കപ്പെട്ട, അല്ലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെയൊക്കെ സമ്പാദിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസിദ്ധിയൊക്കെ നശിച്ചു. ഹിസ് ഡ്രീം ജോബ് സ്ലിപ്സ് അവേ, അദ്ദേഹത്തിൻ്റെ സ്വപ്ന ജോലിയൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, അതിനുള്ള സാധ്യതകളൊന്നും ഇനിയില്ല. ആൻഡ് ഹിസ് ഫാമിലീസ് ഹോപ്സ് ഷാട്ടർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമായി. ഡിസ്പൈറ്റ് ഹിസ് ഗുഡ് ഹേർട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല ഹൃദയം ഉണ്ടെങ്കിലും ഹി ബിക്കംസ് ലാബിൾഡ് ആസ് എ ക്രിമിനൽ ബൈ സൊസൈറ്റി, സമൂഹം അദ്ദേഹത്തെ ഒരു ക്രിമിനലായിട്ട് മുദ്ര കുത്തി. ദ മൂവി എൻഡ്സ് ട്രാജിക്കലി, വളരെ ദുരന്തപൂർണ്ണമായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. സേതു മാധവൻ, ഹു വൺസ് ഡ്രീംഡ് ഓഫ് വിയറിംഗ് എ പോലീസ് ക്രൗൺ, കിരീടം, ഒരു പോലീസ് യൂണിഫോം ഇടണം എന്ന് സ്വപ്നം കണ്ട സേതു മാധവൻ എൻഡ്സ് അപ്പ് വിയറിംഗ് ദ ക്രൗൺ ഓഫ് ഷെയിം ആൻഡ് പെയിൻ. അദ്ദേഹം അവസാനം ധരിക്കുന്നത് വേദനയുടെയും നിന്ദയുടെയും ഒക്കെ ഒരു ക്രൗണാണ്. ദാറ്റ് ഡെസ്റ്റിനി ഫോഴ്സസ് അപ്പോൺ ഹിം, വിധി അദ്ദേഹത്തെ വലിച്ചേച്ച എന്ന് പറഞ്ഞാൽ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ വിധി കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓക്കെ, ജസ്റ്റ് വേർഡ്സും സെൻറ്റൻസും ഒക്കെ നോക്കുക.